അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് ബിൻ അസലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കൂട്ടുകാർക്ക് കൂടി ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോയാലോ. 4ാം ക്ലാസ്സിൻ്റെ സീറ 13ാമത്തെ പാഠം, അതായത് അവസാനത്തെ പാഠഭാഗമാണ്. ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അദ്ദറസു സാലിസ അഷറ, വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അല്ലേ. മക്ക വിജയത്തോടെ അറേബ്യയിലാകമാനം ഇസ്ലാം വ്യാപിക്കുകയും സമാധാനം സ്ഥാപിതമാകുകയും ഉണ്ടായി. ഹിജ്റ 10ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1,00,000-ലധികം സഹാബാക്കളുമായി ഹജ്ജിന് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ ഹജ്ജായിരുന്നു അത്. ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജ് എന്നാണത് അറിയപ്പെടുന്നത്. ആ ഹജ്ജിൻ്റെ അറഫ സമ്മേളനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ഖുത്ബയിലാണ് ചരിത്ര പ്രസിദ്ധമായ മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തു എന്ന സൂചനയും പ്രസ്തുത ഖുത്ബയിൽ അവിടുന്ന് നൽകുകയുണ്ടായി. അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർത്തീകരിച്ചു. ലോകത്തിൻ്റെ നാനാദിക്കുകളിലും ഇസ്ലാമിക ദഅവത്ത് എത്തി. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങി. ആ വർഷം റമളാനിൽ പതിവിന് വിപരീതമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആൻ 2 തവണ ഓതിക്കൊടുത്തു. ഉഹദ് ശുഹദാക്കളെ സന്ദർശിച്ച് ദുആ ചെയ്തു. ഒരു ദിവസം മിമ്പറിൽ കയറി ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിങ്ങൾക്ക് മുന്നേ പോകുന്നവനും നിങ്ങൾക്ക് സാക്ഷിയാകുന്നവനും ഹൗളിനടുത്ത് കാത്തു നിൽക്കുന്നതുമായിരിക്കും. ഹിജ്റ 11ാം വർഷം സഫർ മാസ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗബാധിതനായി. രോഗം മൂർച്ഛിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ നിർദ്ദേശിച്ചു. അവസാന സമയങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കാനും നിസ്കാരം ശ്രദ്ധിക്കാനും ഉപദേശിച്ചു കൊണ്ടിരുന്നു. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹി നിസ്കാരം നടക്കുമ്പോൾ വീടിൻ്റെ വാതിൽ വിരി നീക്കി ഒരു ഇമാമിൻ്റെ കീഴിൽ സ്വഹാബത്ത് നിസ്കരിക്കുന്ന കാഴ്ച കണ്ട് ആനന്ദപുഞ്ചിരി തൂകി. ആ ദിവസം മധ്യാഹ്നം പിന്നിട്ട സമയത്ത് അവിടുന്ന് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗ വാർത്ത സഹാബത്തിന് താങ്ങാൻ കഴിയുമായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ മരിച്ചുവെന്ന് കേൾക്കാൻ പോലും ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും അസ്വസ്ഥരും സ്തബ്ധരുമായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാവരെയും സമാധാനിപ്പിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തിയ ദിവസം മദീന മുഴുവൻ പ്രകാശപൂരിതമായി. അവിടുന്ന് വഫാത്തായ ദിവസം മദീന മുഴുവൻ ഇരുട്ടിലാണ്ടുപോയി. തുടർന്ന് സ്വഹാബാക്കൾ ഒരുമിച്ച് കൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജനാസ സംസ്കരണ ജോലികൾ ആരംഭിച്ചു. അലി റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു കുളിപ്പിക്കലിന് നേതൃത്വം നൽകി. 3 വെളുത്ത തുണികളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഫൻ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എവിടെ മറമാടണമെന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. ഏതൊരു പ്രവാചകനും മറമാടപ്പെടേണ്ട സ്ഥലത്ത് വെച്ച് തന്നെയാണ് വഫാത്താകുന്നത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുറിയിൽ തന്നെ മറമാടാൻ തീരുമാനിച്ചു. റബീഉൽ അവ്വൽ 14ാം രാവ് ആ പുണ്യ പൂമേനി അൽ ഹുജ്റത്തു ഷരീഫയിൽ മറമാടി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലാഹുമ്മ സല്ലി അലൈഹി വആലിഹി വസല്ലം. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുവിൻ. അപ്പോൾ ഈ പാഠഭാഗത്തിൽ എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തെക്കുറിച്ചാണ്, അതായത് നബി തങ്ങളുടെ വഫാത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ പാഠഭാഗം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ഉത്തരം എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന ഹജ്ജ് ഏത് വർഷമായിരുന്നു? ഹിജ്റ 10ാം വർഷമായിരുന്നു അല്ലേ. ഹിജ്റ 10ാം വർഷം 1,00,000-ലധികം സഹാബാക്കളുമായാണ് നബി തങ്ങൾ ഹജ്ജിന് പുറപ്പെട്ടത്. 2. അവസാന ഹജ്ജ് ഏത് പേരിൽ അറിയപ്പെടുന്നു? അവസാനമായി ചെയ്ത ഹജ്ജ് ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജ് എന്നാണ് അറിയപ്പെടുന്നത്.
3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗബാധിതനായത് എപ്പോഴായിരുന്നു നബി തങ്ങൾ രോഗബാധിതനായത്? ഹിജ്റ 11-ാം വർഷം സഫർ മാസ അവസാനമായിരുന്നു നബി തങ്ങൾ രോഗബാധിതനായത്. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ദിവസം ഏത്? നബി തങ്ങൾ ജനിച്ചതും നബി തങ്ങൾ വഫാത്തായതും റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം തന്നെയാണല്ലേ. ആ ദിവസം മധ്യാഹ്നം പിന്നിട്ട സമയത്ത് അവിടുന്ന് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. അതായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മധ്യാഹ്നം പിന്നിട്ട സമയത്താണ് നബി തങ്ങൾ വഫാത്തായത്. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറമാടിയത് എവിടെയാണ്? നബി തങ്ങളെ മറമാടുന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഏതൊരു പ്രവാചകനും മറമാടപ്പെടേണ്ട സ്ഥലത്ത് വെച്ച് തന്നെയാണ് വഫാത്താകുന്നത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുറിയിൽ തന്നെ മറമാടാൻ തീരുമാനിച്ചു. അങ്ങനെ റബീഉൽ അവ്വൽ 14-ാം രാവ് ആ പുണ്യ ഭൂമേനി അൽ ഹുജ്റത്തു ഷരീഫയിൽ മറമാടി. അടുത്തത് വിവരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തതിൻ്റെ സൂചനകൾ എന്തൊക്കെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങി. ആ വർഷം റമളാനിൽ പതിവിന് വിപരീതമായി ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധ ഖുർആൻ 2 തവണ ഓതിക്കൊടുത്തു. ഉഹദ് ശുഹദാക്കളെ സന്ദർശിച്ച് ദുആ ചെയ്തു. ഒരു ദിവസം മിമ്പറിൽ കയറി ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിങ്ങൾക്ക് മുന്നേ പോകുന്നവനും നിങ്ങൾക്ക് സാക്ഷിയാകുന്നവനും ഹൗളിനടുത്ത് കാത്തു നിൽക്കുന്നവനുമായിരിക്കും. ഹിജ്റ 11-ാം വർഷം സഫർ മാസ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗബാധിതനായി. രോഗം മൂർച്ഛിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ നിർദ്ദേശിച്ചു. അവസാന സമയങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനും നിസ്കാരം ശ്രദ്ധിക്കാനും ഉപദേശിച്ചുകൊണ്ടിരുന്നു. അടുത്തത് പൂരിപ്പിക്കുക. സഹാബാക്കൾ ഒരുമിച്ചുകൂടി ഡാഷിനെ ഖലീഫയായി തിരഞ്ഞെടുത്തു. ആരെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. പാഠഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നബി തങ്ങളുടെ വഫാത്തിനെ കുറിച്ചുള്ള പാഠമായിരുന്നു. അപ്പോൾ എല്ലാവരും പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കുക. നബി തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നത് പതിവാക്കുക. ആരും മറന്നു പോകരുത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലാഹുമ്മ സല്ലി അലൈഹി വ ആലിഹി വസല്ലം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുമായി കാണും വരെ മഅസ്സലാമ.